ഹേ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ ബിനാൻസ് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ ബേസിക് സെറ്റിംഗ്സ്, സ്റ്റേക്കിംഗ്, ബൈങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ബിനാൻസിൽ നിങ്ങൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് KYC ഒക്കെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള ഈ ഒരു ബിനാൻസിന്റെ ലോഗോ ക്ലിക്ക് ചെയ്യണം. കാരണം ഇതാണ് ഇതിന്റെ പ്രൊഫൈൽ. ഇവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഏറ്റവും അടിയിൽ കാണുന്ന ബിനാൻസ് പ്രോ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് നിങ്ങളുടെ ബിനാൻസ് പ്രോ വേർഷനിൽ അൺലോക്ക് ആവുള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിനാൻസ് പ്രോന്റെ ഇന്റർഫേസ് ഇതേപോലെ വരും. പിന്നെ നിങ്ങൾക്ക് വാളറ്റിന്റെ ഓപ്ഷനൊക്കെ ഇതേപോലെ ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ രണ്ടാമത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ മുകളിലുള്ള സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കറൻസി എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് USD മാറ്റിയിട്ട് നമ്മൾ INR സെലക്ട് ചെയ്യണം. അപ്പോഴാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ റുപ്പീസിൽ കാണിക്കുള്ളൂ. ഇനി ഇവിടെ ഡെയിലി ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് നമുക്ക് ക്രിപ്റ്റോസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുക. ഇനി BTC ഓർ USDT മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ക്രിപ്റ്റോ മേടിക്കേണ്ടത് അതിന്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് USDT വേണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് മേടിക്കാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഓരോന്നിനും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൽ യെസ് കൊടുത്തിട്ട് പോകണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ അടിയിൽ കണ്ടിന്യൂവിന്റെ ഓപ്ഷൻ വരുള്ളൂ. ഇനി നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നമ്മളെ എമൗണ്ടിന്റെ അവിടെ എത്ര ക്രിപ്റ്റോ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ ബൈ കൊടുക്കുക. എന്നിട്ട് ഇവിടെ P2P ട്രേഡിംഗ് കൊടുക്കുക. മൊബൈൽ നമ്പർ ആഡ് ചെയ്യാത്തൊരു ഇവിടെ എനേബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടിയിൽ കാണുന്ന കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറേ ട്രേഡ് കാണാൻ പറ്റും. ഓരോരുത്തർ ഇതേപോലെ വിൽക്കാൻ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഏതാ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ റാൻഡം ആയിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നമുക്ക് ഫിയറ്റ് വേണോ ബൈ ക്രിപ്റ്റോ വേണോ എന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ എമൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ എമൗണ്ട് മാക്സ് കൊടുക്കുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ വിൽക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു മിനിമം എമൗണ്ട് ഉണ്ടാവും. അതിൻ്റെ മുകളിലേ നമുക്ക് മേടിക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോ ക്രിപ്റ്റോനും ഓരോ പോലെയാണ്. നമ്മൾ അതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു പേജ് വരും. നമുക്ക് ആ സെല്ലറായിട്ട് വേണമെങ്കിൽ ഈ ചാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് വ്യൂ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താലാണ് കാണാൻ പറ്റുക. ഇവിടെയാണ് അവരുടെ UPI ID പോലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മൾ ആ UPI IDയിലേക്ക് കാശ് അയച്ചിട്ട് നമ്മൾ ഈ ചാറ്റിൽ ആ ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യണം. അത് കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം അടിയിൽ ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ സെല്ലർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് അവർക്ക് ആ മെസ്സേജ് വരിക. എന്നിട്ട് അവരത് റിലീസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഈ ക്രിപ്റ്റോ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കിത് വേണ്ട, ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ദി ഓർഡർ കൊടുക്കുക. ഒരു ദിവസം 3 തവണ മാത്രമേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളിവിടെ ക്യാൻസൽ ഓർഡറിൻ്റെ ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യണം. പിന്നെ ഇവിടെ എന്താ റീസൺ നമ്മൾ കൊടുക്കണം. ഇനി ഐ ഹാവ് നോട്ട് പെയ്ഡ് ദി സെല്ലർ ടിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ഓർഡർ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ഓർഡർ ക്യാൻസൽ ആയിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ നമുക്ക് സെല്ലിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ക്രിപ്റ്റോ വേണമെങ്കിൽ സെല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ സെല് ചെയ്യുന്ന ക്രിപ്റ്റോ കാശായിട്ടല്ല USDT ആയിട്ടാണ് കിട്ടുള്ളൂ. ഈ ഒരു കോയിൻ ഡയറക്റ്റ് സെല് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം ഈ ഒരു USDT വെച്ചിട്ട് സെല് ചെയ്താൽ മതി. അതും അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സെല് ചെയ്യണം. അതെങ്ങനെയാണ് ഡയറക്റ്റ് INRലേക്ക് സെല് ചെയ്യുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഇനി അടുത്തത് വാളറ്റ് സെക്ഷനാണ്. ഇവിടെയാണ് നമ്മുടെ എല്ലാ ക്രിപ്റ്റോയും കാണാൻ പറ്റുക. ഇവിടെ അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യേണ്ട, ക്രിപ്റ്റോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ മുകളിൽ ടോട്ടൽ ബാലൻസ് കാണിക്കും. എയർ ഡ്രോപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓവർവ്യൂ, സ്പോട്ട്, ഫണ്ടിങ് ആൻഡ് ഏൺ മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി അടുത്ത സ്പോട്ടാണ്. ഇവിടെയാണ് എയർ ഡ്രോപ്പിൽ കിട്ടുന്ന ക്രിപ്റ്റോ ഒക്കെ ഡെപ്പോസിറ്റ് ആവുക. അടുത്ത് ഫണ്ടിങ് ആണ്. നമുക്ക് വിൽക്കേണ്ട ക്രിപ്റ്റോ ഒക്കെ ഫണ്ടിങ്ങിലേക്ക് മാറ്റിയിട്ട് വേണം വിൽക്കാൻ. അതിൻ്റെ അടുത്തത് ഏൺ സെക്ഷനാണ്. ഇവിടെ നിന്നാണ് നമുക്ക് കൂടുതൽ ക്രിപ്റ്റോ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുക. അതായത് നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഇടുന്ന പോലെ ക്രിപ്റ്റോയും അതുപോലെ തന്നെ നമുക്ക് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഇനി നമ്മൾ സ്പോട്ട് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ക്രിപ്റ്റോന് മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടിയിൽ ഇതേപോലെ നമുക്ക് ട്രാൻസ്ഫർ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ മുകളിൽ 2 ഫണ്ടിങ്ങിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫണ്ടിങ്ങിലേക്കാണ് പോവുക. ഇവിടെ എത്ര ക്രിപ്റ്റോ ആണെന്ന് സെലക്ട് ചെയ്തിട്ട് അടിയിൽ കൺഫേം ട്രാൻസ്ഫർ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോ നേരെ ഫണ്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഫണ്ടിങ്ങിലേക്ക് പോയിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ വന്നത് കാണാൻ പറ്റും. ഇനി ഇവിടെയുള്ള ക്രിപ്റ്റോ വെക്കണമെങ്കിൽ ഈ കാണുന്ന പേ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിലുള്ള സെൻഡ് ക്യാഷ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ അടിയിൽ USDT എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ക്രിപ്റ്റോയിലേക്ക് വേണമെങ്കിലും ഇവിടെ സെർച്ച് ചെയ്ത് മാറ്റാൻ പറ്റും. ഞാനിവിടെ ഹാംസ്റ്റർ സെർച്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ചില ക്രിപ്റ്റോ ഡയറക്റ്റ് സെല് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആണെങ്കിൽ ഇതേപോലെ ഇവിടെ സെർച്ചിൽ കാണിക്കില്ല. ഇനി ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഞാനിവിടെ USDT സെലക്ട് ചെയ്തിട്ട് ഇവിടെ മാക്സ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിലേ വിൽക്കാൻ പറ്റുള്ളൂ കാണിക്കും. ഇനി ഞാൻ ഓരോ സ്റ്റെപ്പും മാസ്ക് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടെ മിനിമം വാല്യൂവിൻ്റെ മുകളിലുള്ള USDT അടിച്ചു കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ മേടിച്ചിട്ട് പിന്നെ വിൽക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യണം ഏതെങ്കിലും വേറെ ക്രിപ്റ്റോ. നമ്മളിവിടെ സെല് ചെയ്യുന്ന ക്രിപ്റ്റോ മിനിമം വാല്യൂവിൻ്റെ മുകളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഇതേപോലെ അതിൻ്റെ എമൗണ്ട് എത്ര കിട്ടുമെന്ന് കാണിച്ചു തരും. ഇവിടെ ഏത് പേയ്മെൻ്റ് ആണ് വേണ്ടതെന്ന് നമ്മൾ അടിയിൽ സെലക്ട് ചെയ്യുക. നമ്മൾ UPI സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മുടെ UPI ID അടിച്ചു കൊടുക്കണം. പിന്നെ ആ UPI ID QR കോഡ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടിയിൽ കാണുന്ന കൺഫേം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ റെസിപ്പിയൻ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാണിക്കും. നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കണം. അപ്പോൾ ഇതേപോലെ പ്രോസസ്സിംഗ് പേയ്മെൻറ്റ് പേജിലേക്കാണ് വരിക. ഇത് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ സെല് ചെയ്യുന്ന USDTയും കാണാം. നമ്മളിവിടെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ അവരായിട്ട് ചാറ്റ് ചെയ്തിട്ട് പ്രത്യേകം പറയണം ഇവിടെ കാണുന്ന പേരുള്ള അതേ UPI ID എന്ന് വേണം സെൻഡ് ചെയ്യാനെന്ന്. എന്നിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പേയിൽ നോക്കിയിട്ട് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. കറക്റ്റ് എമൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം അടിയിൽ കാണുന്ന പേയ്മെൻറ്റ് റിസീവ്ഡ് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ വെരിഫൈ പേയ്മെൻറ്റ് പേജ് വരും. ഇവിടെ നമ്മളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പേയ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ ഹാവ് നോട്ട് റിസീവ്ഡ് പേയ്മെൻറ്റ് ഫ്രം ദി ബയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇനി പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് വെരിഫൈഡ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ പ്രത്യേകം നമുക്ക് കിട്ടേണ്ട എമൗണ്ടും ആ തരുന്ന ആളുടെ പേരും എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സെലക്ഷൻ വരും. എന്നിട്ട് അടിയിൽ നമ്മൾ കൺഫേം റിലീസ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്രിപ്റ്റോ അവരുടെയിലേക്ക് സെൻഡ് ആവും ചെയ്യും. നമ്മുടെ കാശ് അവർ UPI ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രിപ്റ്റോ വിറ്റിട്ട് കാശ് കിട്ടുക. ഇനി നമുക്ക് ഒരു ക്രിപ്റ്റോ വേറെ ക്രിപ്റ്റോയിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാന്ന് കാണിച്ചു തരാം. അതിന് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഹോം സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ മോർ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നമ്മൾ കൺവേർട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കൺവേർട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഫ്രം ആൻഡ് ടു എന്ന് കാണാൻ പറ്റും. ഫ്രമ്മിൽ നമുക്ക് ഏത് ക്രിപ്റ്റോ ആണ് മാറ്റേണ്ടത് അത് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ ടൂവിൻ്റെ അവിടെ ഏത് ക്രിപ്റ്റോയിലേക്കാണ് മാറ്റേണ്ടത് അത് അവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഹാംസ്റ്റർ ടു USDT ആണ് കൺവേർഷൻ കാണിക്കണേ. അപ്പോൾ നമ്മൾ ഹാംസ്റ്റർ എത്ര എണ്ണം വേണമെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര USDT കിട്ടുന്ന അടിയിൽ കാണിച്ചു തരും. ഇവിടെ ഹാംസ്റ്റർ മാറ്റണമെങ്കിൽ ഹാംസ്റ്ററിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. USDT മാറ്റണമെങ്കിൽ USDTൻ്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അടിയിലുള്ള ട്രേഡ് ക്ലിക്ക് ചെയ്താലാണ് ഇത് കൺവേർട്ട് ആവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രിപ്റ്റോൻ്റെ റേറ്റ് ഫിക്സഡ് അല്ല. നമ്മുടെ സ്റ്റോക്ക് പോലെ തന്നെ അതിന് വേരിയേഷൻ വരും. അതിനനുസരിച്ച് പോർട്ട്ഫോളിയോയിലത്തെ ടോട്ടൽ റേറ്റും മാറും. ഞാൻ ഇനി ഏൺ സെക്ഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഇവിടെ കാണുന്ന ഏൺ എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറേ ക്രിപ്റ്റോസിനെ ലിസ്റ്റ് അടിയിൽ കാണാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏത് ക്രിപ്റ്റോ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാം. അപ്പോൾ ആ പെർട്ടിക്കുലർ ക്രിപ്റ്റോൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇവിടെ ഞാൻ ഹാംസ്റ്ററിൻ്റെ സെർച്ച് ചെയ്തുകൊണ്ട് ഹാംസ്റ്ററിൻ്റെ മാത്രമാണ് കാണിക്കുക. ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലോ റിസ്ക് ഹൈ റിസ്ക് ഒക്കെ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ സൂപ്പർ ഏൺ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ചിലർ 300% ഇടാൻ മാക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിപ്റ്റോ 0 ആണ് കാണിക്കണേ. അത് ചിലപ്പോൾ ഫ്ലെക്സിബിൾ ലോക്കായി കിടക്കണുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ബിനാൻസിൽ ആ കോയിൻസ് അവൈലബിൾ ആയിരിക്കില്ല. ഞാനിവിടെ 300% സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അടിയിലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് കാണിച്ചു തരും. മുകളിലായിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ വേണോ 300 വേണോ എന്നൊക്കെ ഇവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ചില ക്രിപ്റ്റോന് ഇവിടെ കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് 30, 60, 120 ഡേയ്സിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ എല്ലാത്തിനും മിനിമം എമൗണ്ട് ഉണ്ട്. ഞാനിവിടെ ഫ്ലെക്സിബിളിൽ ഞാൻ മാക്സ് കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് മിനിമം 200 കോയിൻസ് വേണമെന്ന്. ഇനി 300% സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്ത് മിനിമം 100 എന്ന് അവിടെ എഴുതി കാണിച്ചിട്ട് തന്നെ ഉണ്ട്. ഞാനിവിടെ മാക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാക്സിമം ടോക്കൺസ് ഇവിടെ കാണാൻ പറ്റും. അടിയിൽ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്തതിന് ശേഷം ഇവിടെ അടിയിലുള്ള കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ സക്സസ്ഫുൾ ആവും. ഇനി നമ്മൾ അടിയിൽ കാണുന്ന ഗോ ടു ഏൺ വാളറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏൺ സെക്ഷനിലേക്ക് തിരിച്ചു വരും. ഇവിടെ അപ്പം തന്നെ കാണുന്നില്ല. നമ്മൾ കുറച്ച് നേരം റീഫ്രഷ് ചെയ്താലാണ് അവിടെ ചിലപ്പോൾ ആ ഒരു ഹാംസ്റ്ററിൻ്റെ ലോക്ക് ചെയ്ത് കാണാൻ പറ്റുക. ഇനി ഇവിടെ ആ ടോക്കണിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് എത്ര ദിവസം ലോക്ക് ചെയ്തതെന്ന് കാണിക്കും. അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ഇൻഫോ ഇതേപോലെ കിട്ടും. ഇവിടെ കാണുന്ന റെഡീം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോയിൻസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്തെടുക്കാം. അതായത് ലോക്കിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ഫണ്ടിങ് അല്ലെങ്കിൽ സ്പോട്ട് വാളറ്റിലേക്ക് എത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിപ്റ്റോൻ്റെ റേറ്റ് ഒരിക്കലും ഫിക്സഡ് അല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഹോം സ്ക്രീനിൽ ഓരോ ക്രിപ്റ്റോൻ്റെയും റേറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ വാളറ്റിലത്തെ റേറ്റും മാറിക്കൊണ്ടിരിക്കും. ഇതുവരെ ബിനാൻസിൽ കയറാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലിടയ്ക്ക് ഗീവ് അവേസ് ഒക്കെ നടക്കാറുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.